ശ്രീ ജയകുമാർ പ്രതീക്ഷിച്ച വിജയം നേടിയോ? സാറേ നമസ്കാരം. സാറേ നമസ്കാരം. എന്താണ് വീണ്ടും ആശ്വായ എന്തു പറ്റി? വരുന്നില്ല? അല്ലല്ല, ഞാൻ കുറച്ച് ദിവസം മറ്റു ജോലികളിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആയേ ഉള്ളൂ അല്ല, ഇടയ്ക്ക് വീണ്ടും ഇങ്ങനെ ആയിപ്പോ എന്നുള്ളതാണ്. ഇല്ല ഇല്ല. ഈ പ്രതീക്ഷിച്ച ഒരു ഇതെന്ന് പറഞ്ഞാൽ സാറേ, ഈ ചോദ്യത്തിന് പകുതി ആര്യ രാജേന്ദ്രനും പകുതി പാർട്ടിക്കാരുമാണ് എന്നാണ് പറയാനുള്ളത്. ആര്യ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ള ആര്യ എന്ന് പറഞ്ഞാൽ എന്റെ തൊട്ടടുത്താണ്. അയൽക്കാരനാണ്. അയൽ തൊട്ടടുത്ത വീടല്ല, ഞങ്ങൾ ഒരു വയലിന്റെ അക്കരെ. ഞങ്ങള് അയൽക്കാരൻ എന്ന നിലയിൽ നല്ല അയൽക്കാരിയാണോ? നല്ല വാർഡിൽ തന്നെയാണ് ഇവരുടെ. അയൽക്കാരനോടൊന്നും ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ ഇവർക്കെതിരെ ഗായത്രി ബാബു എഴുതിയല്ലോ, ഇത് കാണുന്നവരോടൊക്കെ പുച്ഛമാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ പുച്ഛിക്കാറുണ്ടോ? അതോ ഒരു ബഹുമാനമൊക്കെ തരാറുണ്ടോ? കറക്റ്റാണ് സാറേ. അത് ഞാൻ പറഞ്ഞത് പകുതി എന്ന് പറയാൻ കാരണം അതാണ്. ഈ തൊട്ട് അടുത്താണ് പാർട്ടി. രാജേന്ദ്രന്റെ ഫണ്ടാണ്. രാജേന്ദ്രന്റെ അച്ഛൻ മാധവൻപിള്ള സാറ്, അദ്ദേഹവും ഫണ്ടാണ്. കുടുംബപരമായി അറിയാവുന്ന ഒരാളെ കണ്ടാൽ ആ കുടുംബത്തിലും ഉള്ളതാണ്. നമ്മുടെ ഒരു രാജേന്ദ്രൻ ഇവരുടെ അച്ഛൻ മാധവൻപിള്ള സാറ് പരീക്ഷാ ഭവനിലുള്ള അദ്ദേഹം ഈ ഒരു കുടുംബത്തിൽ നമ്മുടെ ഒരു ആദ്യത്തെ തലമുറയിലുള്ളിടത്തുനിന്ന് വിവാഹം കഴിച്ചിരിക്കുകയാണ്. പിന്നെ അയൽക്കാരനാണ്, എന്നിട്ട് കണ്ടിട്ട് മിണ്ടുന്നില്ല. ആര്യയുടെ സഹോദരനാണെങ്കിൽ ഇപ്പോൾ വീണ്ടും അടുത്തൊരു ബന്ധുവിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, ഈ ഗൾഫിൽ പോയവൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷെ തണ്ടാണെന്ന് പറഞ്ഞ പകുതി എന്ന് പറഞ്ഞാൽ ഇവരാരും രാജേന്ദ്രൻ മാത്രം, രാജേന്ദ്രൻ തൊട്ട് താഴേക്കാണ് കമ്മ്യൂണിസ്റ്റുകാരുള്ളത്. ബാക്കി മാധവപിള്ള സാറത്തെ പഴയ ഈ സബീന മേഡം നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഓർമ്മയിൽ അരനൂറ്റാണ്ടില്ല, ഒരു 10-40 കൊല്ലമായി കാണും തോന്നുന്നു. അതിനു മുമ്പ് ഈ അരനൂറ്റാണ്ടെന്ന് പറഞ്ഞ ആ സമയത്ത് ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ആ കൂടെ ഇദ്ദേഹവും ഈ മുസ്ലിം ഇദ്ദേഹവും ആ കൂട്ടത്തിൽ ഉള്ള ഒരു ഭരണപക്ഷത്തുള്ള ആളാണ്. വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ മാധവൻപിള്ള സാറ്. കോൺഗ്രസ്സുകാരനാണ് നേരത്തെ, ആര്യയുടെ അപ്പൻ. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളതാണ്. പക്ഷെ പിന്നെ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കൊച്ചിന് പൊതുവെ ഇച്ചിരി അഹംഭാവം തണ്ടുമാണ്. തൊട്ടടുത്താണെങ്കിലും ആര് ഭാവിക്കില്ല, അഹംഭാവം തണ്ടുമാണ് ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ ആനാവൂർ നാഗപ്പന്റെ ക്ലാസ് തുടക്കത്തില് ചെന്നങ്ങ് ചാടി. ആനാവൂർ നാഗപ്പന്റെ കൂടെ ചാടി. പിന്നെ പാർട്ടി പറയും പോലെ പിന്നെ പാർട്ടിയായി. 21ാം വയസ്സിൽ എന്തോ ലോകാത്ഭുതം നടന്നതുപോലെ പുള്ളിക്കാർക്ക് ഇത് കിട്ടി. പിന്നെ അങ്ങോട്ട് ആ ലെവലിലാണ് പോയത്. പക്ഷേ ഇപ്പൊ ഒരു കാര്യമുണ്ട് സാറേ, ഈ തൊട്ടടുത്ത് ഞങ്ങളുടെ തന്നെ ഒരു കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ, അതായത് നേമം ബ്ലോക്ക് സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ സ്ലിപ്പ് കൊടുത്തുകൊണ്ട് പോയ വഴിക്ക് കുഴഞ്ഞു വീണ് മരിച്ചപ്പോഴത്തേക്ക് അത് ഈ 10ാം തീയതി ആയിരുന്നു പുള്ളിയുടെ സഞ്ചാരം. ഇലക്ഷന്റെ പിറ്റേ ദിവസമായിരുന്നു സഞ്ചാരം. അപ്പൊ അത് ഈ ആര്യയുടെ സഹോദരനും ഈ പറഞ്ഞ പയ്യനും കൂടെ കൂട്ടുകാരാണ്. അതുകൊണ്ട് അവിടെ സഞ്ചാരത്തിന് ആര്യയും രാജേന്ദ്രനും പിന്നെ ഒരു കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരു തലമുട്ട ബീസറിൽ ജോലി ഉണ്ടായിരുന്ന പെൻസായി കുറെ 10 കൊല്ലമായി അദ്ദേഹം കൂടെ അവിടെ വന്ന് ഇതുപോലെ നടന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മരണത്തിലോ കല്യാണത്തിലോ ഞാൻ കാണുന്നത്, അതായത് ഒരു ഇടവക പോലെയുള്ള സ്ഥലത്തും ഞാൻ ആദ്യം കാണുന്നത് ഇത് അപ്പോഴാണ്. എന്റെ വീട്ടിൽ ആര്യ 2 പ്രാവശ്യം വന്നപ്പോഴും ഈ കൊണ്ടുവന്ന പാർട്ടിക്കാർ പറഞ്ഞു ഞാൻ ആ പാർട്ടി അല്ലാന്നറിയാം. എന്റെ അടുത്ത് കൊണ്ടുവന്നത് നിന്റെ കൂട്ടുകാരന്റെ മോളെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ ഒരു ഇത് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒരിക്കലും മൈൻഡ് ചെയ്യില്ല. ഈ വരുന്ന ഈ സഞ്ചാരത്തിന് വന്നിട്ട് ഈ വണ്ടി ആംബുലൻസ് അങ്ങ് കയറി പോകാത്തതുകൊണ്ട് ഒരു 100 മീറ്ററോളം ചുവന്നാണ് റോഡിൽ കൊണ്ടുവന്നപ്പോൾ ഇവർ നടന്നു വന്നു. ഇങ്ങോട്ട് വന്നത് ഈ 300 കൂടെ നടന്നാണ്. തിരിച്ചു പോകാൻ നേരത്ത് പാർട്ടിക്കാരെല്ലാം കൂടെ ആട്ടോ കാണിച്ച് ഈ പുള്ളിക്കാരിക്ക് ആട്ടോ പിടിച്ച് വിട്ടപ്പോൾ ആട്ടോ അടുത്തോട്ട് ചെന്നിട്ട് നേരെ വട്ടം തിരിഞ്ഞു പോയപ്പോ ഇദ്ദേഹം പറഞ്ഞൊരു തുണ്ടോട്ടാന്ന് പറഞ്ഞിട്ട് വേറെ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന ആട്ടോ ഒരൊറ്റെണ്ണം പോലും നിർത്തിയില്ല. അവസാനം നടന്നു പോകുന്ന രംഗമാണ് കണ്ടത്. ഒരു മേയറാണ്, ഒരു പാർട്ടി പറഞ്ഞല്ലാതെ സാധാരണ ഒരു സ്ത്രീയെ പോലെ ആയിരുന്നെങ്കിൽ. അപ്പൊ ആര്യ രാജേന്ദ്രൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അയൽക്കാർ ഇങ്ങനെയാണ് നിങ്ങളെ കുറിച്ച് കേൾക്കും കൊട്ട്. ഞാനുണ്ട് ഇവിടെ, ഞാൻ അടുത്തുണ്ട്. ഞങ്ങൾ ഈ ആളിന്റെ അടുത്ത് വന്നത് കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരാള് സ്ലിപ്പ് കൊടുത്തിരുന്നപ്പോ കുഴഞ്ഞു വീണ അവിടെ വന്നിരുന്നു. സമയം അതിക്രമിച്ചുകൊണ്ടാണ്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോട് ദുബായിൽ നിന്ന് എന്നോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് കേട്ടോ, സാലി അബൂബക്കർ. ഈ പ്രവാസികൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് സാലി നോക്കിക്കാണുന്നത്? അത് ഇപ്പൊ ഈ ഒരു മനുഷ്യൻ ഇതിന് മുന്നേ സംസാരിച്ചത് ഭയങ്കര വ്യക്തിഹത്യയാണ്. അതിപ്പോ എത്ര മറ്റേ കോർപ്പറേഷനുകൾ തോറ്റു, അപ്പൊ അവിടുത്തെ മേയർമാർ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും നന്നായി ചെയ്തിരുന്ന
കൊച്ചിൻ കോർപ്പറേഷനിലെ ആള് തോറ്റു. പക്ഷെ അവരെ ഒന്നും അവിടുത്തെ സഹപ്രവർത്തകർ ഇതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ല. താഴ്ന്നവരോട് പുച്ഛം, മുകളിലുള്ളവരോട് അതിവിനയം, സ്വന്തം കരിയർ നേരെയാക്കാൻ കോക്കസ് സൃഷ്ടിക്കുന്ന ഒരു ഓഫീസാക്കി മാറ്റി തന്റെ മേയർ എന്നൊക്കെ പറഞ്ഞ ആരും പോസ്റ്റ് ഇട്ടില്ല. ഇത്രയും നാണക്കേടല്ലേ? വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയം വേറെ, ഇതൊക്കെ വ്യക്തി ഇത് പറയുന്നതൊക്കെ വേറെ. രാഷ്ട്രീയത്തിലാണ് വിജയം ഉണ്ടാവുള്ളൂ. എന്താ പരാജയപ്പെടുന്നത് എനിക്ക് കാരണം മനസ്സിലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ മൂന്നാമത് മോഡി ഗവൺമെന്റ് അധികാരത്തിൽ. സാലി അബൂബക്കർ നാട്ടിലെ സ്ഥലം എവിടെയാണ്? ഞാൻ മണ്ണാർക്കാട്. മണ്ണാർക്കാടാണ്. അവിടെ പക്ഷെ UDF ജയിച്ചത് അല്ലേ? UDF ജയിക്കുന്നത്. അവിടെ സ്ഥിരമായിട്ട് UDF UDF-ന്റെ കേന്ദ്രമാണ് MLA എല്ലാം. മണ്ണാർക്കാട് MLA ഒക്കെ UDF മറ്റേ ലീഗിന്റെ ഇതുള്ള സ്ഥാനമാണ്. ഇതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മോഡി മൂന്നാമതും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. അതിനുശേഷമാണ് ഈ ഇലക്ഷനുകളൊക്കെ നടക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ച കാര്യം പറഞ്ഞ് ഈ ഇലക്ഷനിൽ എന്ത് വ്യത്യാസം വന്നു ചോദിച്ചാൽ, ഇന്ത്യ രാജ്യം മൂന്നാമത് ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു കോർപ്പറേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ, ഒരു കോർപ്പറേഷൻ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ 15-12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അവർ. അവരൊരു കോർപ്പറേഷൻ ജയിച്ചു. അത് ഇത്ര വലിയ സംഭവം നോക്കണ്ട. അവരുടെ കോർപ്പറേഷനിൽ അവർക്ക് പല രീതികളും ചെയ്യാൻ പറ്റും. വ്യക്തമാണ്. ഏതായാലും 45 വർഷം ഭരിക്കുന്ന നിങ്ങൾ തോറ്റു എന്നത് ചെറിയ കാര്യമല്ല. ശരി, ഓക്കെ. അത് തോൽവി ഉണ്ടാവുമല്ലോ. തോൽവി നമ്മൾ ഏത് സമയത്ത് ഏത് കാലത്തും ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം വ്യക്തമായതുകൊണ്ട് ഞാൻ അടുത്ത പ്രേക്ഷകരിലേക്ക് പോകുന്നത് ദുബായിൽ നിന്നാണ് അബൂബക്കർ വിളിച്ചത്. നമ്മുടെ പ്രവാസി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. സന്തോഷം വിളിച്ചത്.